ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹസീസ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈ പാലപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ പാലപ്പം ഉണ്ടാക്കുമ്പോൾ രാവിലെ അരി വെള്ളത്തിലിട്ട് അത് കുതിർന്ന ശേഷം ഈവനിങ്ങിൽ നമ്മളത് അരച്ചെടുത്തിട്ട് രാവിലെ മാത്രമേ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പാലപ്പം എന്ന് വെച്ചാൽ നമ്മൾ അരച്ച് 1 മണിക്കൂറിന് ശേഷം തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതുണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. 1/4 ഗ്ലാസ് ചോറ്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ഗ്ലാസ് വെള്ളം. ഇത്രയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 6 മണിക്കൂറിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ തരികളൊന്നും ഇല്ലാതെ നന്നായി അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഈ അരി അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ പശയില്ലാത്ത അരി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ മാവെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്റർ നമുക്ക് കുറഞ്ഞത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ നിങ്ങൾക്ക് ടൈമില്ല, വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഈസ്റ്റ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഇത് റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ മാവ് ഇത് കണ്ട നല്ല സോപ്പ് പത പോലെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഈസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ അല്ലാലിയുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതിനൊട്ടും തന്നെ സ്മെല്ലില്ലാത്തതാണ്. ഇനി നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അപ്പത്തിൻ്റെ ഒരു പരുവം അറിയാമല്ലോ. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഈ മാവ് കോരി ഒഴിച്ച് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. പിന്നീട് ഇതിന് ഹോൾസ് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് മൂടി വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇത് അറിയാവുന്ന സ്റ്റെപ്പാണ്. ഇനി ആദ്യമായിട്ടൊക്കെ ചെയ്ത് നോക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഇതേപോലെ ഹോൾസൊക്കെ വന്നു കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. പിന്നീട് 2 മിനിറ്റിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള അപ്പം എല്ലാം നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ്. അതേപോലെ ഇത് വെച്ചിരുന്നാലും കട്ടിയൊന്നും ആവില്ല. ഇപ്പോൾ നമ്മൾ രാവിലെ ചുട്ട് വെച്ചാലും ഉച്ചയൊക്കെ ആയാലും ഈ ഒരു സോഫ്റ്റ്നെസ് ഇതിനുണ്ടാവും. അപ്പോൾ തലേദിവസം വെള്ളത്തിൽ അരിയൊക്കെ ഇടാൻ മറന്നു പോയിട്ടുള്ളവരൊന്നും ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ ഈ മാവ് അരച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ ചുടുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച ഈ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.